Hello everyone, welcome to another episode. ഇന്ന് നമ്മളൊരു ഇൻ്റർവ്യൂ സെഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ്സ് നൺ അതർ ദാൻ മൈ ബ്രദർ നിബു കുര്യൻ. എടാ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേ. So yeah, hi. So myself Nibu Kurian. So നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഗീതുവിൻ്റെ ബ്രദറാണ്. So yeah. Are you nervous? നല്ലപോലെ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവൻ്റെ PR പ്രോസസ്സും ഇവനിവിടെ വന്നിട്ട് ഇവൻ IT ഇൻഡസ്ട്രിയിലാണ് ഇവൻ വർക്ക് ചെയ്യുന്നത്. സോ IT പ്രൊഫഷണൽസിന് എങ്ങനെയൊക്കെ ജോലി നേടാം, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ്, അവൻ്റെ ഫസ്റ്റ് ജോബ് അവന് എങ്ങനെ കിട്ടി, എത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു, ഇതൊക്കെയാണ് നമ്മുടെ ടോപ്പിക്. സോ ആർ യു റെഡി? ആർ യു റെഡി? 2017 PR കിട്ടി ആൻഡ് യു കെയിം ടു കാനഡ ഇൻ 2018 അല്ലേ? ടൈം ലൈനൊന്നും ആലോചിക്കട്ടെ, ക്വസ്റ്റ്യൻ ഒന്നും കൂടി What is so complicated in here? 2017 നിനക്ക് PR കിട്ടി, 2018 you came here, you landed here. So 2017 ഓഗസ്റ്റിൽ എനിക്ക് പാസ്പോർട്ട് റിക്വസ്റ്റ് വന്നു. Okay. And then 20 days പാസ്പോർട്ട് അയച്ചു കഴിഞ്ഞു. 10-20 ഡേയ്സിൽ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്ത് വന്നു. ആൻഡ് സെപ്റ്റംബറിൽ ഐ മെയ്ഡ് മൈ ഫസ്റ്റ് ലാൻഡിങ്. ഫസ്റ്റ് ലാൻഡിങ് ഇസ് ലൈക്ക് ഫസ്റ്റ് ടൈം നമ്മൾ കാനഡയിൽ വരുന്ന ഒരു ചെറിയൊരു ടേം ദ യൂസസ് ഫസ്റ്റ് ലാൻഡിങ്. സോ സെപ്റ്റംബറിൽ ഐ മെയ്ഡ് മൈ എന്നിട്ട് നീ ഒരു 2 weeks അല്ലേ ഇവിടെ നിന്നോളൂ? നീ went back. It was like a soft landing, we would say. So 2 weeks ഇവിടെ ചേച്ചിയോടൊപ്പം നിന്നു, ലൈക്ക് എ വെക്കേഷൻ. നാട്ടിലെപ്പോഴും ഞാൻ ജോബ് ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ 2 weeks വെക്കേഷൻ അവിടെ നിന്ന് വന്നു. ദെൻ എൻജോയ്ഡ്, സ്റ്റേഡ് വിത്ത് മൈ സിസ്റ്റർ and then went back after 2 weeks. So ഞാൻ BTech IT ആണ്. So എൻ്റെ കരിയർ വൈസ് നോക്കിയാലും all of my job has been related to IT itself. So started as a web developer, then moved into more of a analytics field. Okay. സോ നമുക്ക് ഫസ്റ്റ് PR പ്രോസസ്സിങ് കവർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നിൻ്റെ പ്രൊഫഷൻ ഇവിടെ എങ്ങനെ ജോബ് ഫൈൻഡ് ചെയ്തു നോക്കാം. സോ PR ചൂസ് ചെയ്യുന്നതിന് മുന്നേ ഐ തിങ്ക് നീ സ്റ്റുഡൻറ്റ് വിസയിൽ വരാനായിട്ട് യു വർ പ്ലാനിങ് ടു ഡു ദാറ്റ്. സോ വാട്ട് വർ യു തിങ്കിങ് വെൻ യു ഡിസൈഡഡ് ടു ഗോ ഫോർ എ PR versus not to go for a study permit? The option why I choose PR, എനിക്ക് ആ സമയത്ത് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. സോ അഗെയിൻ ചേച്ചി സജസ്റ്റ് ചെയ്തു, നീ ഒന്ന് എക്സ്പ്രസ് എൻട്രിയുടെ നോക്ക്, എങ്ങനെയാണ് അതിന് പോയിന്റ്സ് എത്ര വരും എന്നുള്ളത്. അങ്ങനെയൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു നമ്മൾ നേരത്തെ നിങ്ങൾ ഗീതുവിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതിൽ CRS സ്കോറിലൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എത്ര പോയിന്റ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് വെച്ച് ഞാനൊരു റഫായിട്ടുള്ളൊരു കാൽക്കുലേഷൻ നടത്തി. ഇന്ന IELTS ഇത്ര ഒരു അസംഷൻ വെച്ച് 8 കിട്ടിയ ബാൻഡ് സ്കോർ 8 കിട്ടിയാൽ എത്ര വരും. അപ്പോൾ എനിക്ക് ആ ഒരു ടൈമിൽ ഫസ്റ്റ് നോക്കിയ സമയത്ത് വിച്ച് വാസ് അഗെയിൻ 2 years ബാക്ക് 2015 ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അറൗണ്ട് 420 സംതിങ് 420യുടെ അടുത്ത് എന്തോ സ്കോർ ഉണ്ടായിരുന്നു. ആൻഡ് ആക്ച്വലി ഹി ക്രിയേറ്റഡ് ഹിസ് പ്രൊഫൈൽ ഇൻ 2015 തുടങ്ങിയ പൂളിലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ പ്രൊഫൈൽ എക്സ്പയർ ആയിപ്പോയി അല്ലേ? ബിക്കോസ് ഹി ഡിഡ്ന്റ് ഗെറ്റ് ഇൻവൈറ്റഡ്. ആ സമയത്തൊക്കെ ഒത്തിരി ഹൈ സ്കോറിലായിരുന്നു ഇൻവിറ്റേഷൻസ് നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ആൻഡ് യു ഐ തിങ്ക് യു അറ്റംപ്റ്റഡ് ഫോർ IELTS അഗെയിൻ. ഇല്ല, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ബാൻഡ് സ്കോർ 8 ഉണ്ടായിരുന്നു. ഓവറോൾ ഐ ഹാഡ് എ സ്കോർ ഓഫ് 8. ഇൻഡിവിജ്വൽ സ്കോർ ഇൻഡിവിജ്വൽ സ്കോർ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ബട്ട് റീഡിങ് എനിക്ക് 9 ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ listening and I think it was around maybe 7.58 overall 8. Okay, so your IELTS score was nice. പക്ഷേ അപ്പോൾ എവിടെയാണ് നീ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, ലൈക്ക് what improved your what happened is like ഞാൻ പറഞ്ഞത് 2 years before 2015 ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പോൾ I had a score of 420 something ഉണ്ടായിരുന്നു. And then my work experience improved.
അതിന്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്തു. ബിക്കോസ് 1 ഇയർ വീണ്ടും ഞാൻ കണ്ടിന്യൂ ചെയ്തു വർക്കിംഗ്, ഈവൻ ദോ ഇവിടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് 1 ഇയർ കണ്ടിന്യൂ ചെയ്തു വർക്കിംഗ്. സോ പ്ലസ് ഏജിന്റെ സ്കോർ ഐ തിങ്ക് ഓൾസോ ചേഞ്ചസ്, നോട്ട് ഷുവർ. ബട്ട് അത് 2 ഫാക്ടറും കൂടി കൂടിയപ്പോൾ എനിക്ക് സ്കോർ 1 വർഷം ഓർ ഐ തിങ്ക് 1.5 years കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കോർ 430 something, 434 or something. Okay, 434. So that is with bachelor's degree, with 3 years of experience, and with the IELTS score overall band 8. അപ്പോൾ ഈ 3 ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അവൻ്റെ 434 എന്നുള്ള സ്കോർ കിട്ടിയത്. And then he got invited. Then what happens after you got invited? So invitation ശേഷം അന്നത്തെ റൂള് പ്രകാരം you have to submit your application within 90 days. So ആ ഒരു ടൈം പീരീഡിൽ ഞാൻ ലൈക്ക് യു ഹാവ് ടു എത്ര ലംസമായിട്ട് എമൗണ്ട് കാണിക്കണം, ദെൻ ഡോക്യുമെന്റ്സ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, ദെൻ IELTSന്റെ സർട്ടിഫിക്കറ്റ്, ദെൻ ഓൾസോ ട്രാൻസ്ക്രിപ്റ്റ് ഫോർ വെസ്സിൻ്റെ ഇത് ചെയ്യാനുള്ളത്. വെസ്സും IELTS ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്നു, പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണ ആ ഒരു ടൈം പീരീഡിൽ തന്നെ. സോ അതിൻ്റെ ആവശ്യം വന്നില്ല ഒരു 90 ഡേയ്സിൽ. ബട്ട് എക്സ്പീരിയൻസിൻ്റെ സർട്ടിഫിക്കറ്റ്സും പിന്നെ വേണ്ടി വന്നത് ഇത് എമൗണ്ട് കാണിക്കേണ്ടത് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ കവർ ചെയ്തില്ല, എന്തുകൊണ്ട് നീ സ്റ്റുഡൻറ് വിസയിൽ പോയില്ല? ലൈക്ക് വാട്ട് മേഡ് യു ഓക്കെ ഐ വിൽ ഗോ ഡെഫിനറ്റ്ലി വിത്ത് ദിസ് എക്സ്പ്രസ് എൻട്രി എന്നുള്ള ഒരു ചോയ്സ്? ലൈക്ക് സ്റ്റുഡൻറ് വിസ കൺഫ്യൂഷൻ ആക്കില്ല. I think എനിക്ക് മേ ബി ഐ വിൽ ബി ഏബിൾ ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്റ്റുഡൻറ് വിസയിലാണ് ഇവിടെ വന്നത്. അപ്പോൾ സ്റ്റുഡൻറ് വിസയിൽ വന്ന് കഴിയുമ്പോൾ ഒരു സ്ട്രഗിൾ എനിക്കറിയാം. ആൻഡ് മോർ ഓവർ ഞാൻ അവനെ ജഡ്ജ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവന് IELTS ബെറ്റർ ഓഫ് ചെയ്യാൻ പറ്റും, അവൻ്റെ പോയിന്റ്സ് മീറ്റ് ചെയ്യും എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഫോക്കസ് ഞാൻ അതിൽ കൊടുക്കാൻ പറഞ്ഞു. യു ജസ്റ്റ് ബെറ്റർ ഓഫ് യുവർ സ്കോർ ആൻഡ് ദെൻ റാദർ ദെൻ സ്പെൻഡിങ് സോ മച്ച് ഓഫ് മണി ആൻഡ് ഇവിടെ വന്നിട്ടുള്ള സ്ട്രഗിളും എല്ലാം ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അവനോട് എക്സ്പ്രസ് എൻട്രി ട്രൈ ചെയ്യുന്നത് ഞാൻ അന്ന് പറഞ്ഞത്. അപ്പോൾ ഹി വാസ് ലിറ്റിൽ ബിറ്റ് ഡിസപ്പോയിൻറ്റഡ് അറ്റ് ദാറ്റ് ടൈം. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഈ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു സ്ട്രെസ്ഫുൾ ടൈമാണ്. എന്താണ് നമുക്ക് കിട്ടാത്തത്, എന്താണ് IELTS കിട്ടാത്തത്, അല്ലെങ്കിൽ എന്താണ് ഇൻവിറ്റേഷൻ കിട്ടാത്തത്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇഫ് യു ട്രൈ ഫോർ ഇറ്റ് യു വിൽ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? നീ അത് കഴിഞ്ഞ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ചെയ്തത്? ലൈക്ക് യുവർ ഓൺ ഓർ ത്രൂ ഏജൻസി? ആപ്ലിക്കേഷൻ ഞാൻ വെസ്സും IELTSും അതിൻ്റെയൊക്കെ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. ബട്ട് ഈ 90 ഡേയ്സ് പീരീഡിനുള്ളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഐ ഡിഡ് ഇറ്റ് ത്രൂ ആൻ ഏജൻസി. സോ അത് കാനഡയിലുള്ള ഒരു നോയാസിസ് എന്ന് പറഞ്ഞൊരു ഏജൻസി വഴിയാണ് ചെയ്തത്. സോ ദേ ഹെൽപ്പ് മീ വിത്ത് submitting the application. So ഇവിടെ വന്നു. So നീ September 2017 you visited here for 2 weeks, and then ഞാൻ I think May 2017 ഞാൻ അപ്ലൈ ചെയ്തു. And then you had mentioned like 3-4 months usually express entries process ചെയ്യുന്നത്, which is very true in my case. So mail submit ചെയ്തിട്ട് ഓഗസ്റ്റിൽ എനിക്ക് പാസ്പോർട്ടിനുള്ള റിക്വസ്റ്റ് വന്നു. So it's like June, July, August, 3 months, not even 4 months, 3 months തന്നെ എനിക്ക് പാസ്പോർട്ടിനുള്ള റിക്വസ്റ്റ് വന്നു. സോ അത് റിക്വസ്റ്റ് വന്നു. ദെൻ 10-20 ഡേയ്സിൽ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. 10-20 ഡേയ്സിൽ എനിക്ക് സ്റ്റാമ്പ് ചെയ്തു പാസ്പോർട്ട് തിരിച്ചു കിട്ടുകയും. അങ്ങനെയാണ് ഇവൻ സെപ്റ്റംബറിൽ ലാൻഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇവന് 2 വീക്സ് നിന്നിട്ട് ഇവൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് 2018 മാർച്ചിലാണ് ഇവൻ വർക്ക് അവിടുത്തെ റിസൈൻ ചെയ്തിട്ട് ഇവിടെ വന്നത്. സോ വെൽക്കം ടു പാർട്ട് 2 അല്ലേ? നമ്മൾ കുറച്ചും കൂടെ സൺലൈറ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് മാറിയിരുന്നിട്ട്, അതുകൊണ്ടിട്ടാണ് വേറൊരു അറ്റ്മോസ്ഫിയർ. അപ്പോൾ നമുക്ക് ബാക്കി കഥ തുടരാം. സോ യു ലാൻഡഡ് ഇൻ മാർച്ച് 2018. നീ എങ്ങനെയായിരുന്നു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നാട്ടിൽ നിന്ന് തന്നെ നോക്കിയോ? കാരണം യു ഗോട്ട് ദ PR ലാസ്റ്റ് ഇയർ 2017. അപ്പോൾ നീ അപ്പോഴേ ജോലി നോക്കി തുടങ്ങിയോ? എന്തെങ്കിലും ഇൻ്റർവ്യൂ കോൾസ് ഒക്കെ കിട്ടിയോ? ഹൗ വാസ് ദാറ്റ്? സോ ആ ഒരു ടൈം പീരീഡിൽ ഫ്രം 2017 സോഫ്റ്റ് ലാൻഡിങ് ചെയ്തിട്ട് ആൻഡ് ദെൻ മൈ ഫസ്റ്റ് kind of permanent move to Canada in 2018 March. ആ ഒരു ടൈം പീരീഡിൽ my main focus was to kind of get prepared with the market, the Canadian market and the work here. So resume update ചെയ്തു ഞാൻ. എന്തെങ്കിലും കോഴ്സസ് ചെയ്തോ? ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന. Udemy എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ
പ്ലാറ്റ്ഫോം ഉണ്ട്. ഓക്കെ അവിടെ ഞാൻ 2-3 കോഴ്സിന് ജോയിൻ ചെയ്തു. ഓക്കെ ആൻഡ് ദെൻ ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഞാൻ റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്തു. ജോബ്സ് അപ്ലൈ ചെയ്ത് തുടങ്ങി. ജോബ്സ് അപ്ലൈ ചെയ്ത് തുടങ്ങിയാലും ബിക്കോസ് ആ ഒരു ടൈമിലും എൻ്റെ അഡ്രസ്സ് നാട്ടിലെ അഡ്രസ്സായിരുന്നു. സോ ഇൻ്റർവ്യൂ കോൾസ് ഒന്നും വന്നില്ല. ബട്ട് കുറച്ച് കമ്പനീസ് റീച്ച്ഡ് ഔട്ട് ടു മീ എപ്പോഴാണ് മൂവ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി എനിക്ക് ആ ഒരു ടൈം പീരീഡ്. നീ എന്ത് കോഴ്സസാണ് ചെയ്തത്? ടെക്നിക്കലി ഈ ടെക്നിക്കൽ കോഴ്സസ് ആയിരുന്നു. ഒരെണ്ണം പോസ്റ്റ്ഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു IT കോഴ്സായിരുന്നു. പിന്നെ പൈത്തൺ ഡെവലപ്മെൻറ്റിൻ്റെ തന്നെ ഒരു കോഴ്സും ചെയ്തു. സോ ഈ 2 ടെക്നിക്കൽ പീപ്പിൾ ഹൂ അണ്ടർസ്റ്റാൻഡ് ദ ടെക്നിക്കാലിറ്റീസ് ഓഫ് IT വുഡ് അണ്ടർസ്റ്റാൻഡ് പൈത്തണും പോസ്റ്റ്ഗ്രസും വെരി പോപ്പുലർ ഇൻ ഡിമാൻഡ് ലാംഗ്വേജസ് ഇൻ കാനഡ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നീ ഈ ഓരോ ജോബ് ഡിസ്ക്രിപ്ഷൻസും ഈ കാനഡയിലുള്ള ഓരോ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഇങ്ങനെ ഓരോ നോക്കിയിട്ട് അതിൽ അവർ പറയുന്ന റിക്വയർമെൻറ്റ്സ് നോക്കിയിട്ടാണോ നീ ഈ ലാംഗ്വേജസ് നീ ചെയ്യാം അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ കോഴ്സ് ചെയ്യാമെന്ന് നീ ഡിസൈഡ് ചെയ്തത്? ആ ഒരു ഞാനിങ്ങനെ വെറുതെ നമ്മൾ ഇപ്പോൾ ലിങ്ക്ഡിനിലായാലും ഇൻഡീഡിലായാലും നോക്കുമ്പോൾ പൈത്തൺ ഡെവലപ്പർ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പൈത്തൺ ഡെവലപ്പർ ഇതിന്. അല്ലെങ്കിൽ പൈത്തൺ റിക്വയർമെൻറ്റിൽ തന്നെ നോക്കുമ്പോൾ ഒരു ജനറൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ റോളിൽ നോക്കുമ്പോൾ പൈത്തൺ മോസ്റ്റ്ലി ഒരു റിക്വയർമെൻറ്റിൽ ചോദിച്ചിരിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആക്ച്വലി ആ ഒരു 6 months ടൈം നീ ആ ഒരു പ്രിപ്പയർ ചെയ്യാൻ എടുത്ത ടൈം വാസ് ആക്ച്വലി റിയലി ഹെൽപ്ഫുൾ ഈ ഒരു ജോബ് മാർക്കറ്റൊക്കെ സ്റ്റഡി ചെയ്യാൻ. പ്ലസ് മെൻ്റലി ഓൾസോ ലൈക്ക് ഈ ഒരു നമ്മൾ ഇന്ത്യ വിട്ട് കാനഡയിലേക്ക് വരുമ്പോൾ ആ ഒരു മെൻ്റലി ഉള്ള ഒരു പ്രിപ്പറേഷൻ കൂടി വാസ് ഹെൽപ്ഫുൾ. ആ ഒരു ടൈം പീരീഡിൽ ടോട്ടലി മാറി നിൽക്കാം. പിന്നെ ഫാമിലി മാറി അത്ര ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫാമിലി മാറി നിൽക്കേണ്ടതായിട്ടുണ്ടായിരുന്നില്ല. പാരൻസ് നാട്ടിലാണെങ്കിലും ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. സോ നേരെ വന്നത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. സോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എന്നാലും പിന്നെ ഇപ്പോൾ നമ്മൾ ഓക്കെ ഇവിടെ വന്നു ജോബ് സെർച്ച് നീ നിനക്ക് എപ്പോഴാണ് ഇൻ്റർവ്യൂ കോൾസ് ഒക്കെ കിട്ടി തുടങ്ങിയതും? ഐ വാസ് ബ്ലെസ്ഡ് ആക്കി. ഞാൻ ഡെഫിനറ്റ്ലി ബ്ലെസ്ഡ് ആയിരുന്നു ആ ഒരു കാര്യത്തിൽ. ബിക്കോസ് ഞാൻ ഓൾറെഡി CV ഒക്കെ പ്രിപ്പയർ ചെയ്തു. ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് ഇവിടെ എത്തിയ ഉടനെ തന്നെ ഞാൻ ഒരു ഫോൺ നമ്പർ എടുത്തു. ദെൻ അഡ്രസ്സ് ഓൾസോ ചേച്ചിയുടെ അഡ്രസ്സ് കൊടുത്തു. ആൻഡ് ദെൻ സ്റ്റാർട്ടഡ് അപ്ലൈ. അപ്പോൾ തന്നെ എനിക്ക് കുറേ ഇൻ്റർവ്യൂ എനിക്കൊന്നൊരു നോട്ട് ഈവൻ 10 days ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഇൻ്റർവ്യൂസ് വന്നു തുടങ്ങി. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നീ അവിടെ എനിക്ക് തോന്നുന്നു നീ അവിടെ 3 വർഷത്തിലധികം നിനക്ക് അവിടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നാട്ടിൽ. അപ്പം നിൻ്റെ ഒരു ടൈറ്റിൽ ആസ് എ സീനിയർ അനലിസ്റ്റ് ആയിട്ടൊക്കെ ആയിരുന്നു നീ അവിടെ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്? സീനിയർ പോസ്റ്റിലേക്ക് ഞാൻ പോയിട്ടില്ല. ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറുമ്പോൾ, അതായത് നമ്മൾ കാനഡയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഒരു സീനിയർ അനലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സീനിയർ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ വരുമ്പോൾ ആ ഒരു കാറ്റഗറിയിൽ തന്നെ ജോലി കിട്ടുമോ, അതോ നമ്മൾ കുറച്ച് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് കരിയർ അല്ലെങ്കിൽ ജൂനിയർ പോസ്റ്റ് ആയിരിക്കും അവർ? കാരണം IT എന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസമില്ലല്ലോ. ലൈക്ക് അവിടെ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇവിടെ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇറ്റ് മൈറ്റ് ബി സെയിം. അത് ഡിപ്പെൻസ്. എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കിട്ടാൻ ഈസിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ എന്നാലും ട്രൈ ചെയ്യുന്നതിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഫീൽഡിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ടീം ലീഡ് എന്നൊക്കെ പറയുന്ന ആ ഒരു റോളിൽ തന്നെ ഇവിടെ വന്നിട്ട് അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണെങ്കിൽ കുറച്ചും കൂടി ട്രൈ ചെയ്യേണ്ടി വരും. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് വൈസ് നോക്കിയാലും കുറച്ച് കുറവായിരിക്കും. ബട്ട് ദെൻ കിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നിങ്ങളുടെ കഴിവ് തന്നെയാണ് ആഫ്റ്റർ ഓൾ വാട്ട് മാറ്റേഴ്സ്. സോ അത് നോക്കി പോകുമ്പോൾ കുറച്ചും കൂടി ടൈം പീരീഡ് എടുക്കും. എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ്, ഇപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് ഇത്രയും നല്ലൊരു ജോലി ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ജോലി കിട്ടുമോ, ജോലി സാധ്യതകൾ എങ്ങനെയാണ്, ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ? അത് ഇപ്പോൾ നമ്മൾ ബിഗ് സിറ്റീസിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് എങ്ങനെ വന്നാലും ജോലി അവൈലബിൾ ആണ്, എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പം IT സെക്ടർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? ഡെഫിനറ്റ്ലി IT ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണ് കാനഡയിൽ നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മേ ബി കൂടുതൽ ടൊറോണ്ടോയിലായിരിക്കാം. ദെൻ വാൻകൂവർ ഞങ്ങൾ വാൻകൂവറിലാണ്. സോ വാൻകൂവറിലും ഒരു നല്ലൊരു ബൂമിംഗ് ആയിട്ടുള്ളൊരു സെക്ടറാണ് IT. എനിക്ക് തോന്നുന്നു പുതിയ പുതിയ കമ്പനീസ്, ഈ സ്മോൾ സ്കെയിൽ കമ്പനീസ് വന്നിട്ട് അവരുടെ ആ ഒരു ഭയങ്കര ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ആണ്. സ്റ്റാർട്ടപ്സും ഈ പറയുന്ന സ്റ്റാർട്ടപ്സ് ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്സ് IT സെക്ടറിൽ കാനഡയിലുണ്ട്. ഇപ്പോൾ വാൻകൂവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടപ്സിന് നല്ല ഒരു വർക്ക് പ്ലേസും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്സിൻ്റെ നിങ്ങളൊരു ജസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റീസ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാനഡയിൽ ഡെഫിനറ്റ്ലി കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ
then ടെസ്റ്റിങ്ങിലായാലും ടെസ്റ്റിംഗ്, മാനുവൽ ടെസ്റ്റിംഗ്, ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ്. പിന്നെ വൺ ഓഫ് ദ ഇൻ ഡിമാൻഡ് ജോബ്സ് റൈറ്റ് നൗ ഇസ് ഡാറ്റ അനാലിസിസ്. സോ ഒരു ഡാറ്റ അനലിസ്റ്റിൻ്റെ റോളിലായാലും ഭയങ്കര ബൂമിംഗ് ആണ് ഇപ്പോൾ കാനഡയിൽ. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഐ ടി എന്ന് പറയുന്ന ആ ഒരു സെക്ടറിൽ. നീ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്തായിട്ടാണ്? വാട്ട് ഈസ് യുവർ കറന്റ് പൊസിഷൻ? എൻ്റെ കറന്റ് പൊസിഷൻ ഈസ് ഐ വർക്ക് ആസ് എ ബിസിനസ് ഇൻ്റലിജൻസ് ഡെവലപ്പർ. സോ ഇറ്റ്സ് മോസ്റ്റ്ലി വർക്കിംഗ് വിത്ത് ഡാറ്റ ആൻഡ് ദെൻ റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഏതൊരു ബിസിനസ് അല്ലെങ്കിൽ ഏതൊരു ഇത് വന്നാലും അവിടെ ഒരു IT സെക്ടർ വേണം. ആൻഡ് IT ഇപ്പോൾ ലൈക്ക് മെയിൻലി ഏതൊരു ബിസിനസ് എടുത്താലും ദേ വോണ്ട് അനാലിസിസ് ആൻഡ് ദേ വോണ്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളത് ഡാറ്റ അനാലിസിസ് തന്നെയാണ്. അപ്പോൾ ഡാറ്റ ഇപ്പോൾ ഏതൊരു കമ്പനിയും അത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് വിച്ച് ഇസ് ലൈക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്കായാലും നമുക്ക് അത് എൻ്റെ വെബ്സൈറ്റ് ഇട്ടിട്ട് ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് സെല് ചെയ്യണത് അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇൻ ഡിമാൻഡ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഒരു ഡാറ്റ അനാലിസിസ് തന്നെ ചെയ്യാതെ പറ്റില്ല. കറക്റ്റ്. ഓക്കെ. സോ കാനഡ, ലൈക്ക് ആർ യു ഹാപ്പി വിത്ത് കാനഡ? അതായത് ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ഓസ്ട്രേലിയ പോവാം അല്ലെങ്കിൽ ന്യൂസിലാൻഡിൽ പോവാം, UK ഓപ്ഷൻ. സോ വാട്ട് ഈസ് യുവർ ടേക്ക് ഓൺ കാനഡ? ലൈക്ക് നിനക്ക് എത്രത്തോളം നീ സാറ്റിസ്ഫൈഡ് ആണ് ദ ഡിസിഷൻ യു ഹാവ് മെയ്ഡ് ടു മൈഗ്രേറ്റ് ടു കാനഡ? ഡെഫിനറ്റ്ലി ഞാൻ ഐ ആം വെരി ഹാപ്പി വിത്ത് കാനഡ ആൻഡ് മൈ വർക്ക് പ്ലേസ്. സോ എൻ്റെ ഒരു വർക്ക് പ്ലേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഭയങ്കര ഡൈവേഴ്സാണ്. ലൈക്ക് എൻ്റെ ഒരു ടീം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ there are people from North America, there are people from Europe, Asia and Africa as well. So അത്ര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ടീമിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഐ ഹാവ് നെവർ ഫേസ്ഡ് എനി ബയസ് ഓർ എനിത്തിങ്. ഇറ്റ്സ് ബീൻ അവരെല്ലാം ഭയങ്കര എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻക്ലൂസീവാണ്. സോ ആ ഒരു കാര്യത്തിൽ ഭയങ്കര പ്രിവിലേജ്ഡ് ആണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി. ബിക്കോസ് ഇറ്റ്സ് എ മൾട്ടി കൾച്ചർ കമ്പനി, കൺട്രി. ഓക്കെ. സോ അപ്പോൾ എല്ലാവർക്കും ഈ IT പ്രൊഫഷണൽസിന് ഒരു ഇഫ് ദേ ആർ പ്ലാനിങ് ടു കം ടു കാനഡ, ഐ തിങ്ക് ദിസ് വീഡിയോ മൈറ്റ് ബി ഹെൽപ്ഫുൾ. നിങ്ങൾക്കുള്ള ജോലി സാധ്യതകളും ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. സോറി, ജോലിയുടെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ലിങ്ക്ഡിൻ ഒരു നല്ലൊരു പ്രൊഫൈൽ. ഞാൻ വരുന്നതിന് മുമ്പ് ലിങ്ക്ഡിനിലെ പ്രൊഫൈൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തു, അതിലെ കാര്യങ്ങളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തു. അത് നല്ലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലപോലെ നെറ്റ്വർക്ക് ചെയ്യാൻ നോക്കുക. ഇവിടുത്തെ HR പീപ്പിൾ, ഇവിടുത്തെ മോസ്റ്റ് ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആരാണ് നോക്കുക, അവരുടെയൊക്കെ പോസ്റ്റ് ഒക്കെ നോക്കുക. HR ആയിട്ട് നല്ലപോലെ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. Thank you, thanks a lot. എൻ്റെ അടുത്ത് എന്തിനാണ് താങ്ക്സ്? ഞാൻ ഭയങ്കര ഫോർമലായി പോകും. സോ ആൻഡ് വൺ അതർ തിങ് ടു ആഡ്, എന്താണ് 2019 he got married. എന്താണ് നീന ഇസ് ഇൻ അബുദാബി. പക്ഷേ അതാണ് ഒരു തിങ്, നമ്മൾ ഇപ്പോൾ ഓൾറെഡി സ്പൗസ് ഹാസ് എ PR. എന്താണ് വൈഫിന് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. 1 year ആയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ് പേപ്പർ വർക്ക്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പ്ലസ് ദിസ് കോവിഡ് തിങ്ങും കൂടെ ആയത് കാരണം ഇറ്റ് ഇസ് ടേക്കിംഗ് ക്വൈറ്റ് എ ലോങ് ടൈം. So she is right now in Abu Dhabi. അപ്പോൾ ആരും നീ ബാച്ചിലർ ആണെന്ന് വിചാരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ആൻഡ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.